പ്രിയരെ, രക്ഷാകരമായ ജന്മപ്പെരുന്നാളിലേക്ക് വിശുദ്ധ എൽദോ നോമ്പിലൂടെ പരിശുദ്ധ സഭ ഒരുങ്ങുന്ന കാലമാകുന്നുവല്ലോ. പൂർണ്ണ വിശുദ്ധിയോടും പ്രാർത്ഥനാപൂർവമായ ഒരുക്കത്തോടും കൂടി വിശുദ്ധ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് രക്ഷകനെ നമ്മുടെ ഭവനങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും ജനിപ്പിക്കുവാനും സ്വീകരിക്കുവാനും തദ്വാര ദൈവം നമ്മോടുകൂടി എന്ന അനുഭവം ലഭ്യമാക്കുവാനും നാം ശ്രദ്ധിക്കണം. വിശുദ്ധ നോമ്പിനെ ലാഘവപ്പെടുത്തുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ എൽദോ പെരുന്നാളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് ഉണ്ടാകുവാൻ ഇടയാകരുത്. വീണ്ടും പ്രിയരെ, കാരുണ്യവാനായ ദൈവത്തിന്റെ അതിരറ്റ കൃപയാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹാ മുതൽ ഇന്നയോളം പരിശുദ്ധ സഭയെ വഴി നടത്തിയ എല്ലാ പൂർവികരുടെയും മധ്യസ്ഥതയിൽ പരിശുദ്ധ സഭയുടെ 1960 വാർഷികവും മലങ്കരയിലെ കാതോലിക്കേറ്റിന്റെ ശതാബ്ദിയും ഏറ്റവും ഉചിതവും യോഗ്യവുമായി ആഘോഷിക്കുവാൻ സർവശക്തൻ നമ്മെ തുണച്ചുവല്ലോ. അവന്റെ കരുണയ്ക്ക് സ്തുതി. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1940 വാർഷികം ഡിസംബർ മാസം 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേക ജാഗരണത്തോടുകൂടി അനുഷ്ഠിക്കുവാൻ നാം നിങ്ങളുടെ സ്നേഹത്തോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ ശ്ലീഹ കുന്തം ഏൽക്കപ്പെട്ട 18 തീയതി മുതൽ ഭാരത സഭയ്ക്കു വേണ്ടി നിണമൊഴുക്കി പ്രാർത്ഥിച്ച 3 ദിവസങ്ങളും എല്ലാ വർഷവും നാം ധ്യാനപൂർവ്വം ചെലവഴിക്കുകയും ആ സമയം നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും 21 തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധന്റെ രക്തസാക്ഷിത്വ പെരുന്നാൾ ആഘോഷിക്കുകയും വേണം. തന്റെ മനുഷ്യാവതാര വ്യാപാരത്താൽ പുത്രൻ തമ്പുരാൻ നമ്മെ രക്ഷയിലേക്ക് ജനിപ്പിച്ചുവെങ്കിൽ ആ വചനത്തെ നമ്മിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തിയത് വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ്, മറ്റാരുമല്ല എന്ന സത്യം ഭാരതത്തിലെ പൗരാണിക ദേശീയ സഭയായ മലങ്കര സഭയുടെ മക്കൾ എക്കാലവും നന്ദിപൂർവ്വം ഓർക്കണം. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ മരണത്തോളം പിൻപറ്റി സഹതാമരണത്തിലൂടെ സാക്ഷിക്കുകയും അവൻ കർത്താവും ദൈവവുമാകുന്നുവെന്ന സത്യം ആദ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ശ്ലീഹായുടെ അരുമ സന്താനങ്ങളായ നാം വിശുദ്ധ മാർത്തോമൻ പൈതൃകത്തിൽ എപ്പോഴും അഭിമാനം കൊള്ളണം. ക്രിസ്തുവിൽ അവനല്ലോ നമ്മെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. വിദേശ രാഷ്ട്രങ്ങളുടെയോ സഭകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ പൗരത്വത്തിലും രാജകുമാര പദവികളിലുമല്ല, ആർഷഭാരത ദേശീയതയിലും സാംസ്കാരിക തനിമയിലും അഭിമാനിക്കുവാനാണ് മലങ്കര സഭാ മക്കളായ നമുക്ക് സാധിക്കേണ്ടത്. നാം സർവ സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമുള്ള പൗരന്മാരും സ്വകീയവും സ്വശീർഷകത്വവും സ്വയംഭരണാവകാശവുമുള്ള ദേശീയ ക്രൈസ്തവ സഭയുടെ സന്താനങ്ങളുമാണെന്ന് ഉണർവിലും ഉറക്കത്തിലും ജീവനിലും മരണത്തിലും ഓർക്കണം. പ്രിയരെ, പാഷാണ്ഡോപദേശങ്ങളിലും ആധുനിക സാംസ്കാരിക കോളനിവൽക്കരണങ്ങളുടെ ചക്കരവാക്കുകളിലും പെട്ട് വീണ്ടും അടിമത്വത്തിലേക്ക് വീണുപോകുവാൻ ഇടയാകരുത് എന്ന് മാത്രമല്ല, അറിവില്ലായ്മ കൊണ്ട് സ്വത്വബോധം നഷ്ടപ്പെട്ട് അടിമനുഖത്തിൽ കഴിയുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് ക്ഷണിക്കുവാനും ബോധവൽക്കരിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിനല്ലോ കൂനം കുരിശ പ്രഖ്യാപനവും തദ്ദേശീയ പടിയോലകളും ഭാരത സ്വാതന്ത്ര്യവും നമ്മുടെ പൂർവികർ ആവിഷ്കരിച്ചത്. വാത്സല്യ മക്കളെ, സന്തോഷപ്രദവും സമാധാന സംവർദ്ധകവുമായ ഒരു ജനന പെരുന്നാളും ഐശ്വര്യസമ്പൂർണമായ ഒരു പുതുവത്സരവും നിങ്ങൾക്ക് ലഭ്യമാകട്ടെ. സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടി സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ ഇടയൻ ദൈവകൃപയാൽ അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ബലഹീനനായ ഗീവർഗീസ് യൂലിയോസ് മെത്രാപ്പോലീത്ത